അപ്പോൾ നമ്മൾ മോം ടു ബീൻ്റെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ആൾക്കാർ അറിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ആൾ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഒരു ക്ലൂവും കൊടുത്തിട്ടില്ല. നമ്മൾ മേലെ അപ്സ്റ്റെയറിൽ പോയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. കേക്കൊക്കെ വാങ്ങി നമുക്ക് ഒരു ടെൻഷനായിരുന്നു, കേക്കൊക്കെ മെൽറ്റായി പോകുന്നുള്ളത്. 1 മണിക്കൂർ എങ്ങാനായിട്ടോ വാങ്ങി വെച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ കെട്ടിയും ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളത്. കാരണം അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലല്ലോ. കാരണം പ്രഗ്നൻ്റ് ആവാ, പിന്നെ കൂട്ടിക്കൊണ്ടുവരാ, പോയിട്ട് പ്രസവിക്കുക, അത്ര തന്നെ മോം ടു ബി അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് മോം ടു ബി കാലം. ഇവളെ സംഭവം നല്ലോണം ഞെട്ടിപ്പോയിക്കുന്നുണ്ട്. ഇവള് ചോദിക്കുന്നത് നമുക്ക് എപ്പോഴും അതിനൊക്കെ ഒരു നേരം കിട്ടിയതാണ്. പിന്നെ ഇതാണ് നമ്മളെ ടൂർക്കാർ കേട്ടോ. പക്ഷെ ആളൊരു അൺറൊമാൻറ്റിക് ഹസ്ബൻഡ് ആയതുകൊണ്ട് ഇതെന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. മോം ടു ബി എവിടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ആ ഒരു സസ്പെൻസൊക്കെ കൊടുത്ത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര മക്കളുടെ അടുത്തായിരുന്നു ഫോൺ. അപ്പോൾ കുറേ പിന്നെ ക്ലിപ്സൊക്കെ അങ്ങോട്ട് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. കുട്ടികളെല്ലാവരും കൂടെ എനിക്ക് തോന്നുന്നു നമ്മളെക്കാളധികം കുട്ടികളാണ് അത് എൻജോയ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവർക്ക് വിചാരിക്കാൻ കേക്കൊക്കെ കിട്ടല്ലേ. കേക്കൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളിത് കട്ടാങ്ങൽ നേരം ഇവരത് മുക്കത്താണ്. അപ്പോൾ കട്ടാങ്ങൽ നേരത്ത് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നല്ല അടിപൊളി കേക്കൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഒരു 2 ആൾക്കും സർപ്രൈസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസും കൂടി കേട്ടോ. അപ്പോൾ ഇവനെ ഫോട്ടോയിലൊക്കെ കിട്ടാൻ ഭയങ്കര ഇതാണ്. കാരണം നിൽക്കാൻ നേരം ഉണ്ടാവില്ല, അതിൻ്റെ മുന്നേ ഓടണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ NIT ഉള്ളത്. അപ്പോൾ അവിടെയും ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നാസറിൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോളെ കുട്ടി NIT പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ച് നമുക്ക് കയറാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ രാത്രി ഇപ്പോൾ ഒരു ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവനങ്ങനെ വണ്ടി എടുക്കുകയാണ്. പിന്നെ അതെന്നുണ്ടെങ്കിൽ ഇത് ഓണത്തിൻ്റെ അന്നുള്ള വീഡിയോ ആണ് കേട്ടോ. ഇടാൻ കുറച്ച് ലേറ്റായി പോയതാണ്. അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളൊന്നും അങ്ങനെയില്ല. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് ആൾക്കാർ എല്ലാവരും കൂടി അങ്ങനെ പോവാണ്. ബാക്കി 2-3 ആൾക്കാർ സ്കൂട്ടീൻ്റെ മേലെ വരാണ് കേട്ടോ. ഇവരെ വീട്ടിൽ നിന്ന് ആകെ 1-2 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളെ ടൂർക്കാർക്കാണ് കേട്ടോ അവിടെ പോയി ചോദിക്കുന്നത്. ടൂർക്കാർക്ക് വിചാരിച്ച് ടൂറിന് പോകുന്ന പോലെ അവിടെ പോയി ചോദിച്ചാൽ ഒരു വിടുന്നുള്ള സംഭവം ഒരു കയറ്റിയില്ല കേട്ടോ. രാത്രി അതിനോട് ഒരു പറഞ്ഞ് പിറ്റേന്ന് രാവിലെ വരാനില്ല. അങ്ങനെ പിന്നെ നമ്മളവിടുന്ന് മെല്ലെ റിട്ടേൺ അടിക്കാണ്.